ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബട്ടൻ. ആന്റണി വർഗീസ് പെപ്പയുടെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കൊണ്ടൽ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരു ടീസർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപൊക്കെയായിട്ട് റിലീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രസിപ്പിക്കുന്ന കടൽ ആക്ഷൻ രംഗങ്ങളുമൊക്കെ ആയിട്ടാണ് കൊണ്ടൽ സിനിമ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊണ്ടൽ എന്ന് പറഞ്ഞ ഒരു പടം ഓണം റിലീസൊക്കെ ആയിട്ടാണ് നമുക്ക് തിയേറ്ററിലേക്ക് എത്താനിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ആരൊക്കെയാണ് പെപ്പെ, നമ്മുടെ സ്വന്തം പെപ്പയുടെ ഈ ഒരു കൊണ്ടൽ എന്ന് പറഞ്ഞ ഒരു പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? സോ നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. തലൈവർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്ത് 2023 റിലീസായിട്ടുണ്ടായിരുന്ന ചിത്രമായിരുന്നു ജയിലർ എന്ന് പറഞ്ഞ ഒരു സിനിമ ആ ഒരു ടൈമിൽ നല്ല രീതിയിലുള്ള ഗംഭീര ഹിറ്റൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തിനെ കുറിച്ചുള്ള ചില ചർച്ചകൾ കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ന്യൂസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞത് ഈ ഒരു ജയിലർ സിനിമയുടെ രണ്ടാം ഭാഗം, അതായത് സ്ക്രിപ്റ്റ് പൂർത്തിയായി ജയിലർ 2 പ്രഖ്യാപനം ഉടൻ എന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിലർ 2 സിനിമയുടെ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജയിലറിന് രണ്ടാം ഭാഗം ഒരുങ്ങുന്നു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ മുൻപേ പ്രചരിച്ചിരുന്നു എന്നുള്ള കാര്യം ഷുവറാണ്. ഹുക്കും എന്നായിരിക്കും രണ്ടാം ഭാഗത്തിൻ്റെ പേരെന്ന് മുൻപ് വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ ഇതേക്കുറിച്ച് ഔദ്യോഗികമായിട്ട്, അതായത് ഒഫീഷ്യലി വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിനിമയുടെ സംവിധായകനായിട്ടുള്ള നമ്മുടെ സ്വന്തം നെൽസൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ. ജയിലർ 2 സ്ക്രിപ്റ്റ് പൂർത്തിയായി കഴിഞ്ഞെന്നും പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നല്ല രീതിയിൽ തന്നെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് നെൽസൺ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ജയിലർ 2 സിനിമയുടെ നിർമ്മാതാക്കൾ, അതായത് സൺ പിക്ചേഴ്സ്, ഒരു മാസത്തിനകം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്തുമെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നതിനൊപ്പം തന്നെ സിനിമാ വികടൻ അവാർഡ് ഷോയിലാണ് നെൽസൺ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, ആരൊക്കെയാണ് ഈ ഒരു ജയിലർ 2 സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ബിലോ ഗൈസ്. വെങ്കിട്ട് പ്രഭു ദളപതി വിജയ് കൂട്ടുകെട്ടിലെ ലേറ്റസ്റ്റ് ആയിട്ട് സെപ്റ്റംബർ 5 തിയേറ്ററുകളിലേക്ക് റിലീസൊക്കെ ആയിട്ടുണ്ടായിരുന്ന സിനിമയായിരുന്നു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഗോഡ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിലേക്കൊക്കെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമുക്കറിയാമല്ലോ, ഒരു പടം കണ്ടവർക്ക് അറിയാൻ സാധിക്കും ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ഒരു രണ്ടാം ഭാഗത്തിലേക്കുള്ള ഒരു സൂചനകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ഈ ഒരു സിനിമ, അതായത് ഗോട്ട് 2 അഥവാ സംഭവിക്കുകയാണെങ്കിൽ ദളപതി വിജയ് ആ ഒരു സിനിമയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഗോട്ട് 2 സംഭവിക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വ്യക്തമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിലൊരു ന്യൂസ് ഇങ്ങനെ പരക്കുന്നുണ്ട്. അതായത് ഗോട്ട് 2 ദളപതി വിജയ് അദ്ദേഹം ഇല്ലെങ്കിൽ പകരമാരായിരിക്കും തല അജിത്തും, അതേപോലെ തന്നെ ശിവകാർത്തികേയൻ തുടങ്ങിയവരുടെ പേരുകളാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളിലേക്ക് കൊണ്ടുപോകാം. വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്ത ചിത്രം സെപ്റ്റംബർ 5 തിയേറ്ററുകളിലേക്ക് എത്തിയത്. രണ്ടാം ഭാഗത്തിൻ്റെ സൂചനകൾ നൽകിയിട്ടാണ് ഈ ഒരു ഗോട്ട് സിനിമ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഗോട്ട് വേഴ്സസ് ഓജി എന്നാണ് എൻഡ് ക്രെഡിറ്റിൽ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഗോട്ട് 2 ആരായിരിക്കും നായകനായി എത്തുക എന്നത് സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ. രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിൽ ദളപതി വിജയ് അദ്ദേഹം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറവാണ്. പകരം വൻ താരനിര തന്നെ ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഗോട്ട് 2 സിനിമയിൽ എന്നൊക്കെ തന്നെ നമുക്ക് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്കറിയത്തില്ല. അജിത്തിൻ്റെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് മുൻപന്തിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഗോട്ട് 2 സിനിമയിൽ തല അജിത്ത് ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വിജയ് നായകനാവുന്ന ചിത്രത്തിന്റെ ഭാഗമാകണമെന്ന് അജിത്ത് തന്നോട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നതായിട്ടൊക്കെ സംവിധായകൻ വെങ്കിട്ട് പ്രഭുവും അടുത്തിടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിൽ അജിത്ത് നായകനാവാനുള്ള സാധ്യത ആരാധകർ തള്ളിക്കളയുന്നൊന്നുമില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ നടൻ ശിവകാർത്തികേയൻ്റെ പേരും കടന്നു വരുന്നുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഗൈസ്. ഇനി അഥവാ ഗോട്ട് 2 സിനിമ സംഭവിക്കുകയാണെങ്കിൽ അതിൽ ദളപതി വിജയ് അഥവാ ഇല്ലെങ്കിൽ ആര് നായകനായിട്ട് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സോ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഗോട്ട് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊന്നും തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക. നമ്മൾ ഈ ഒരു ഗോട്ട് സിനിമയെക്കുറിച്ചുള്ള നമ്മളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ മുൻപിട്ട വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ നമുക്കതൊരു ഏവറേജ് പടമൊക്കെ ആയിട്ടാണ് തോന്നിയത്. എന്നാൽ പോലും ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഈ ഒരു ഗോട്ട് 2 സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടൊക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക. നടിപ്പിൻ നായകൻ സൂര്യയും രഞ്ജിത്തും ഒന്നിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും ഒരു ബ്രഹ്മാണ്ഡ ചിത്രം വെള്ളിത്തിരയിൽ എത്തിക്കുമെന്ന് സൂചനകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ജർമ്മൻ എന്ന് പേരിട്ടിരിക്കുന്ന ആ ചിത്രം പിന്നീട് സംഭവിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇരുവരും തമ്മിലൊരു ബ്രഹ്മാണ്ഡ പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അതിൻ്റെ കാര്യപരിപാടികൾ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരിക്കും എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇത് ചുറ്റിപ്പറ്റി വരുന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിലുള്ള ഒരു പടം വരാണെങ്കിൽ സംഭവം വേറെ ലെവലാകും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു കോംബോയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക. സൂര്യ ആൻഡ്
പാരജിത്ത് പടം. ദളപതി വിജയുടെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദളപതി 69 എന്ന് പറഞ്ഞൊരു സിനിമ. നിലവിൽ ഈ ഒരു പടത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞത് ഈ ഒരു ദളപതി 69 സിനിമ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദളപതി വിജയ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പൊക്കെയായിട്ട് സംഭവിക്കാനിരിക്കുന്ന ഒരു പടം തന്നെയാണ് ഈ ഒരു ദളപതി 69 എന്ന് പറഞ്ഞൊരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമുക്കുള്ള പ്രതീക്ഷ അത് വേറെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് മുൻപായിട്ട് സംഭവിക്കുന്ന ഒരു പടം കൂടിയാണ് ഈ ഒരു ദളപതി 69 പടം. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ദളപതി 69 സിനിമ അധികം വൈകില്ല. സിനിമയുടെ ചിത്രീകരണങ്ങൾ ഉടൻ ആരംഭിക്കും. ദളപതി വിജയ് നായകനാവുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം ഈ സെപ്റ്റംബറിൽ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ദളപതി വിജയ് നായകനാക്കി എച്ച് വിനോദാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയൊക്കെയായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഈ ഒരു ദളപതി 69 സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? അവർ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. കൂടുതൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുകൾക്കും മറ്റ് ഫാക്ട്സുകൾക്കും വേണ്ടിയില്ലാത്ത നിങ്ങൾ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.